CJP സമരത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. ജെൻസി തലമുറയെക്കുറിച്ചും CJP സമരത്തെക്കുറിച്ചും വന്ദേമാതരത്തെക്കുറിച്ചും VC നടത്തിയ പ്രസ്താവനകൾ സഭയിലും പുറത്തും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത്. എന്നാൽ താൻ പറഞ്ഞ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നുവെന്നും തനിക്കെതിരെ ചിലർ ബോധപൂർവം സംഘിമുദ്ര ചാർത്താൻ ശ്രമിക്കുകയാണെന്നുമാണ് VCയുടെ മറുപടി. കേരള സർവകലാശാലയിൽ സമീപ ദിവസങ്ങളിലുണ്ടായ പ്രതിഷേധങ്ങളും VCയുടെ പരാമർശങ്ങളും വലിയ തോതിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ജെൻസി വിദ്യാർത്ഥികളെ പാറ്റകളെന്ന് വിളിച്ചു എന്നാരോപിച്ചായിരുന്നു പ്രധാന വിമർശനം. എന്നാൽ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. താൻ പുതിയ തലമുറയെ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ജെൻസികളെ പാറ്റകളെന്ന് വിളിക്കരുത് എന്നാണ് താൻ യഥാർത്ഥത്തിൽ പറഞ്ഞത്. ചില വിദേശ ശക്തികൾ നമ്മുടെ പുതിയ തലമുറയെ, പ്രത്യേകിച്ച് ജെൻസി വിഭാഗത്തെ ബോധപൂർവം പാറ്റകളാക്കാൻ ശ്രമിക്കുകയാണ്. യുവാക്കളെ മയക്കുമരുന്നിനടിമകളാക്കി അവരുടെ ചിന്താശേഷി നശിപ്പിക്കാനാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്. ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്ന നിലയിൽ ഇത്തരം തെറ്റായ പ്രവണതകളെയും വിദേശ ശക്തികളുടെ ഇടപെടലുകളെയും എതിർക്കേണ്ടത് തന്റെ ചുമതലയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനെതിരെ ശബ്ദമുയർത്തിയില്ലെങ്കിൽ താൻ എങ്ങനെ ഒരു VC ആയി തുടരുമെന്നും മോഹനൻ കുന്നുമ്മൽ ചോദിക്കുന്നു. താൻ കുട്ടികളോട് സംസാരിച്ചപ്പോൾ പാറ്റയാണോ എന്ന് ചോദിച്ചത് അവർക്ക് തൽക്കാലം മനസ്സിലാകാത്തതുകൊണ്ടാണ് അവർ നിശബ്ദരായത്. പരിപാടിക്ക് ശേഷം കുട്ടികൾ തന്നെ വന്ന് അങ്കിൾ പറഞ്ഞ കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞതായും VC വിശദീകരിച്ചു. ഇതോടൊപ്പം വന്ദേമാതര വിവാദത്തിലും തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് വൈസ് ചാൻസലർ. അമ്മയെ അറിയാത്തവരാണ് വന്ദേമാതരത്തെ എതിർക്കുന്നത് എന്ന പ്രസ്താവന വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ പ്രസ്താവനയും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നുവെന്ന് VC വിശദീകരിക്കുന്നു. താൻ ഉദ്ദേശിച്ചത് നാം ജീവിക്കുന്ന ഈ ഭാരത മണ്ണിലെ അഥവാ ഭൂമാതാവിനെ വണങ്ങുന്നതിനെക്കുറിച്ചാണ്. ജന്മം തന്ന നാടിനെയും ഭൂമിയെയും ബഹുമാനിക്കേണ്ടത് ഏതൊരു പൗരന്റെയും കടമയാണെന്ന അർത്ഥത്തിലാണ് താൻ സംസാരിച്ചത്. എന്നാൽ ഇതിന് രാഷ്ട്രീയ നിറം നൽകി തനിക്കെതിരെ സംഘിമുദ്ര കുത്താൻ ചിലർ ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് VC കുറ്റപ്പെടുത്തി. പരീക്ഷ നടക്കും മുൻപ് ചോദ്യപേപ്പറുകൾ ചിലർക്ക് ചോർന്നു കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും VC വെളിപ്പെടുത്തി. ഈ ക്രമക്കേടുകൾ തടയുന്നതിനായി LLB പരീക്ഷകൾക്ക് ഇനി മുതൽ ഡബിൾ വാല്യുവേഷൻ രീതി മാത്രം നടപ്പിലാക്കാനാണ് സർവകലാശാല തീരുമാനം. കൂടാതെ ചോർച്ച ഒഴിവാക്കാനായി പരീക്ഷാ ഹാളിൽ വെച്ച് നേരിട്ട് ഓൺലൈനായി ചോദ്യപേപ്പർ ലഭ്യമാക്കുന്ന അത്യാധുനിക സംവിധാനം ഉടൻ നടപ്പിലാക്കുമെന്നും ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വ്യക്തമാക്കി.